കൊല്ലം ജില്ലയിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന എന്നുള്ള വാർത്തയാണ് വരുന്നത്. മുൻ വർഷങ്ങളിൽ 1-2 പേരാണ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ വർഷം ജൂൺ വരെ ജില്ലയിൽ 3 പേർ മരിച്ചു. 3 പേരും പേവിഷ പ്രതിരോധത്തിലുള്ള വാക്സിൻ ഡോസ് പൂർണ്ണമായും എടുത്തവരാണ് എന്നതും ആശങ്ക കൂട്ടുകയാണ്. തെരുവ് നായകളെ വന്ധ്യംകരിക്കാനുള്ള പദ്ധതിയും ജില്ലയിൽ കാര്യക്ഷമമായി നടപ്പാകുന്നില്ല. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, വെൽക്കം ബാക്ക്. ഈ കണക്കുകൾ അല്പം ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ. എന്താണ് വിദഗ്ധർ പറയുന്നത്? സുജിയ, കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 3 പേരാണ് കൊല്ലം ജില്ലയിൽ തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചത്. ഒരാൾ ഓച്ചിറ സ്വദേശി, മറ്റൊരാൾ നമുക്കെല്ലാവർക്കും വലിയ വേദനയായ 7 വയസ്സുകാരി നിയ ഫൈസൽ, ഒരാൾ നിലമേൽ സ്വദേശി. അങ്ങനെ 3 പേർ തെരുവുനായ കടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഈ 3 പേരും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ സ്വീകരിച്ചവരാണ്. അതിനുശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിക്കും അവർ മരിക്കുകയും ചെയ്തത്. വലിയൊരു ഗുരുതരമായ മറ്റൊരു കണക്ക്, ഈ ജനുവരി മുതൽ ഈ ജൂൺ മാസം വരെ 19,031 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റ് എന്നുള്ളതാണ്. അതിൽ കണക്കുകൾ ഇങ്ങനെയാണ്. ജനുവരിയിൽ 2,928 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. അത് ഫെബ്രുവരി മാസത്തെത്തുമ്പോൾ 3,723, മാർച്ചിൽ 3,461, ഏപ്രിൽ 2,910, മെയ് മാസത്തിൽ അത് 3,192, ജൂൺ മാസത്തിൽ 2,817 എന്നിങ്ങനെ കണക്കാണ്. എന്നിട്ടും ഈ തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ജില്ലയിൽ എവിടെയും ABC സെൻ്ററുകളുടെ പ്രവൃത്തികൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ നടക്കുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ ഈ കൊട്ടിയത്തടക്കമുള്ള സ്ഥലങ്ങളിൽ ABC സെൻ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിയ ഫൈസൽ മരിച്ച സമയത്ത് ഇത്തരം ABC സെൻ്ററുകളുടെ മുന്നിൽ പ്രതിഷേധങ്ങളടക്കമുണ്ടായിരുന്നു. ഈ സമയത്ത് ഇത്തരം വാക്സിനുകൾ എടുക്കാത്തതും ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യത്തിന് കൃത്യമായ നടപടി ഉണ്ടാകാത്തത് ഈ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ ഈ 4 മാസത്തിനിടെ 19,000 പേരെ തെരുവുനായ കടിക്കുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തവരുടെ മരണം സംഭവിക്കുന്നു. അതെന്താണ് എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊല്ലം ജില്ലയിലെ മാത്രം കണക്കാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞത്.